السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم يسر ولا تعسر واجعلنا من عبادك الصالحين. صلى الله وسلم على سيدنا محمد. ബഹുമാനമുള്ള ഹാജിമാരെ, അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ഹാജിമാരോട് അല്ലെങ്കിൽ മൊത്തത്തിൽ സത്യവിശ്വാസികളോട് ഞാൻ ഇതിനു മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൃത്യത എല്ലാ കാര്യങ്ങളിലും നല്ലതാണ് എന്ന്. അത് ക്ലാസ്സിനാണെങ്കിലും നിസ്കാരത്തിനാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിലും എല്ലാത്തിനും ഒരു ഫിക്സഡ് ടൈമും, ആ ഫിക്സഡ് ടൈമിൽ ഒരു കൃത്യതയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു ഇസ്ലാമിൻ്റെ ഒരു ചിട്ട അങ്ങനെയാണ്, ഒരു കൃത്യത ഉണ്ടാവുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ക്ലാസ് നടത്തി 40 അതിലധികമൊക്കെ ക്ലാസ്സായി. 6 മണി 6:01 തുടങ്ങാത്ത ദിവസങ്ങൾ 1-2 ഉണ്ടാവുള്ളൂ. 6:30 അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ 6:30 അവസാനിക്കൂല എന്ന് പറയാത്ത ദിവസങ്ങളിലൊക്കെ 6:30 മണിയാകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വ്യക്തതയും കൃത്യതയും ഒക്കെ പരമാവധി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ജുസ് ഖുർആൻ ഓതാൻ തീരുമാനിച്ചാൽ എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതുക. സുബഹിക്ക് ശേഷമാണ് ഓതണമെങ്കിൽ അത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമാവുക. സുബഹിൻ്റെ മുമ്പാണെങ്കിൽ ഏറ്റവും ഉത്തമമായി ഇന്ന ഖുർആനുൽ ഫജ്രിക്കാന മഷ്ഹൂദ, അതായിരിക്കും നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. സുബഹിൻ്റെ മുമ്പ് ഒരു ജുസ് ഖുർആൻ ഓതുക എന്നുള്ള അത്യുത്തമമായി ഇന്ന ഖുർആനുൽ ഫജ്രിക്കാന മഷ്ഹൂദ, അങ്ങനെയൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. അങ്ങനെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറങ്ങലും കൃത്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു കൃത്യത പാലിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർ കാര്യങ്ങളൊക്കെ എല്ലാം ഉറക്ക് കൃത്യമായാലേ ബാക്കിയുള്ളതൊക്കെ കൃത്യമാകുള്ളൂ എന്ന് പറയാറുണ്ട്. എല്ലാം കൃത്യമായി ഉറക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ ഒരു സാധനം കൃത്യമാവില്ല എന്നും പറയാറുണ്ട്. ഡ്രൈവിങ് വരെ കൃത്യമാവില്ല. വലിയ അപകടമുള്ള സാധനമാണ് ഡ്രൈവിങ്. ഉറക്ക് വേണ്ട പോലെ അല്ലെങ്കിൽ ഡ്രൈവിങ് പിഴക്കും. അപ്പോൾ മനുഷ്യൻ്റെ നിയന്ത്രണവും അവൻ്റെ ശ്രദ്ധയും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഉറക്ക് കൃത്യമല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഒഴിവിട്ടുന്ന ദിവസം നന്നായിട്ട് കിടന്നുറങ്ങുക, അങ്ങനെയുള്ള ചില ആൾക്കാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആയുസ് കുറച്ചേ ഉള്ളൂ, പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാം. 1-2 ആൾക്കാർ എൻ്റെ ചോദ്യം ചോദിച്ചിരുന്നു, ഈ കുട്ടികളൊക്കെ ഇഹ്റാം ചെയ്യുമ്പോൾ ഇഹ്റാം നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതവർക്ക് ചെയ്താൽ എന്താ സ്ഥിതി എന്നുള്ളത്. മറന്ന് ചെയ്താണെങ്കിൽ കുഴപ്പമില്ല, മനഃപൂർവ്വമാണെങ്കിൽ വലിയ ആൾക്കാർ ചെയ്തതുപോലെ തന്നെ ആടിനെ അറുത്തിട്ട് ഫിദിയ കൊടുക്കേണ്ടി വരും. തല മറക്കാൻ പറ്റൂല. ആൺകുട്ടികളാവുമ്പോൾ തല മറക്കാൻ പറ്റൂല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല, പമ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അറവ്, നമ്മളിപ്പോൾ അലാഹി പറയാറുണ്ടല്ലോ, ഹജ്ജിൻ്റെ മാസത്തിൽ തന്നെ ഉംറ ചെയ്ത് ഹറമിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ അറക്കണമെന്ന് പറയാറുണ്ടല്ലോ. ഈ അറക്കാൻ സാധിക്കാത്ത ആളുകൾക്കുള്ളത് 10 നോമ്പാണ്. 10 നോമ്പ് എന്ന് പറയുമ്പോൾ അതിൽ 3 നോമ്പ് അവിടെ നിന്നും 7 നോമ്പ് നാട്ടിൽ നിന്നുമാണ്. ഈ 3 നോമ്പ് ഇഹ്റാം ചെയ്തതിന് ശേഷമായിരിക്കണം. അപ്പം എല്ലാവർക്കും അറക്കൽ സാധിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഇടങ്ങാറായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാരുണ്ടാകും. അറക്കാനുള്ളൊരു 15,000 റുപ്യോളം വേണം, അതില്ലാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ നേരത്തെ ഇഹ്റാം ചെയ്തിരിക്കണം റൂമിൽ നിന്ന്. അതിന് ശേഷം ഒരു 3, അതായത് അറഫൻ്റെ അന്ന് നോമ്പ് എടുക്കാൻ കഴിയില്ലല്ലോ, അന്ന് ഹജ്ജിൻ്റെ വദീഫകളുണ്ട്. 8 ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, നമുക്കിങ്ങനെ നടക്കലും ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെ ഇഹ്റാം ചെയ്തിട്ട് 3 നോമ്പ് അവർ ചെയ്യണം. മറ്റൊരു കാര്യം, അസുഖം വന്നു കഴിഞ്ഞാൽ തഹല്ലുലാകുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. സുഖപ്പെടുന്നത് വരെ എന്ത് ചെയ്യുക, അവൻ കാത്തിരിക്കുക എന്നുള്ളതാണ്. ലൈസൽ മുഹരിമ തഹല്ലുൽ ബിമൗതിൽ മർദി, രോഗം കാരണമായിട്ട് തഹല്ലുലില്ല.
ഹജ്ജിന് ഇറാൻ ചെയ്താലും ഉംറയ്ക്ക് ഇറാൻ ചെയ്താലും ഉംറയ്ക്കൊക്കെ പ്രയാസപ്പെട്ട ആൾക്കാർ പോകാറുണ്ടല്ലോ. സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഉംറയാണെങ്കിൽ ഉംറ പൂർത്തിയാക്കുക, ഹജ്ജാണെങ്കിൽ ഉംറ കൊണ്ട് തഹല്ലുലാകുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഖളാ വീട്ടുക. അവർക്കുള്ള മാർഗം അസുഖമോ പ്രയാസമോ ഒക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും നിയ്യത്തിൽ വെക്കുക. അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ തഹല്ലുലാകുമെന്ന് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നിയ്യത്ത് വെച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രോഗിയായാൽ തഹല്ലുലാകും എന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, എനിക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ പൈസ തീർന്നാൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് വരികയാണെങ്കിൽ, എന്നെ പെട്ടെന്ന് കമ്പനി തിരിച്ച് വിളിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ, ഞാൻ തഹല്ലുലാകുമെന്ന് ഷർത്ത് വെക്കുകയാണെങ്കിൽ അവനെന്ത് ചെയ്യുക, തഹല്ലുലാകുക. അങ്ങനെ തഹല്ലുലാകുമ്പോൾ ഒന്നും പറയാതെയാണ് തഹല്ലുലായതെങ്കിൽ അവൻ അറവ് നിർബന്ധമല്ല. ആടിനെ അറുത്തിട്ട് ഞാൻ ആടിനെ അറക്കാതെ തഹല്ലുലാകുമെന്നാണ് ഷർത്ത്. ഒരാടിനല്ല അറക്കേണ്ടത്, ആടിനെ അറക്കാതെ തഹല്ലുലാകുമെന്നാണ് ഷർത്ത് വെക്കുന്നതെങ്കിൽ അങ്ങനെയാവാം. ഒന്നും ഷർത്ത് വെച്ചിട്ടില്ലെങ്കിലും നിർബന്ധമല്ല എന്നാണ് പ്രബലമായ. ഇനി ഇങ്ങനെയുമാണ് ഈ നിയ്യത്ത് വെക്കുക, എനിക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹജ്ജിന് ഉംറയായിട്ട് മാറ്റും എന്ന് ഷർത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. ഞാൻ രോഗിയായാൽ ഞാനെന്താകും, മുഹ്രിമല്ലാതെയാകുമെന്നാണ് പറഞ്ഞതെങ്കിൽ രോഗി അവരോടുകൂടെ തന്നെ ഇഹ്റാമില്ലെന്ന് അയാൾ ഒഴിവായി. അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇറക്കുന്ന ആളുകൾ, ഇപ്പോൾ സ്വന്തമായിട്ട് ഇറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ ഇറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിന് കണ്ണും മൂക്കൊക്കെ വേണമെന്നറിയില്ലേ, ഒക്കെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടണമെന്നൊന്നുമില്ല. നമ്മളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ മക്കത്തും ഒക്കെ ഉണ്ടാവും താമസിക്കണേ. അപ്പോൾ മക്കത്ത് താമസിക്കുന്ന ആൾക്കാരെ കൊണ്ട് അർപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ മക്കാർ. ഹറമിലെ പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് മസാക്കീനുൽ ഹറം. ഹറമിലെ സാധുക്കൾക്ക് തന്നെ കൊടുക്കണം. അത് ജിദ്ദയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്കൊന്നും കൊണ്ടുപോയി കൊടുത്താൽ പറ്റില്ല, അവിടെ പോയിട്ട് അർത്ഥം മതിയാവില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഞാനിനി പറയാൻ പോകുന്നത് ഇമാം നബി റഹിമഹുല്ല പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. കുറേ പാഠങ്ങൾ നമ്മൾ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചുള്ള പാഠം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ബദറും ഉഹുദൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, എന്താണ് ബദർ, എന്താണ് ഉഹുദ് എന്നൊക്കെ കിട്ടാവുന്ന ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞാനായിട്ട് ഇപ്പം ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടിയില്ല, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാനിനി അവസാനിപ്പിക്കുകയാണ്. യാത്രയിൽ നിന്ന് മടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യാത്ര തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്, ഇന്നലത്തെ ക്ലാസ് ഒഴികെ. ഇന്നലെ ഞാനൊരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. യഹ്യയിൽ പറഞ്ഞ ഹജ്ജിൻ്റെ ആത്മീയ അംശങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ക്ലാസ്. അത് റെക്കോർഡ് ചെയ്യാൻ അത് ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി. അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ 3-4 പേജ് ഉൾക്കൊള്ളുന്ന ആ വിഷയങ്ങളെല്ലാം കൂടെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നൂറുകണക്കിന് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പലരും കേൾക്കുന്നുണ്ട്, വളരെ ഉപകാരപ്പെട്ടു എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും. ഹജ്ജിന് പോകുമ്പോഴുള്ള ഷർത്ത് മാതിരി ഹജ്ജ് ഉംറയിൽ നിന്ന് മടങ്ങുമ്പോഴും ഓരോ ഉയരമുള്ള സ്ഥലത്തെത്തുമ്പോഴും തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഖദ് തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ എന്നൊരു ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട്. 3 തക്ബീർ ഏതായാലും ചെല്ലുക. 3 പറ്റാത്ത ആൾക്കാർ 1 തക്ബീറെങ്കിലും ചെല്ലുക. നമ്മളെല്ലാ യാത്രയിലും അങ്ങനെ തന്നെയാണ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാം, വിമാനം പൊന്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാം. ഏതൊക്കെ കയറ്റങ്ങളൊക്കെ കയറുന്നുണ്ട് അവിടെ വെച്ചിട്ടൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. ഈ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഈ യാത്രയുടെ മര്യാദകൾ എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ തടിയുള്ളൊരു ബുക്കാണ്. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് യാത്രൻ്റെ മര്യാദകൾ എന്ന ബുക്കിൻ്റെ പേര് തന്നെ. ഏതാനും കോപ്പിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ
പിന്നെ നാട്ടിലേക്ക് മുന്നറിയിപ്പില്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത്. പഴയ കാലത്തൊക്കെ വളരെ പ്രസക്തമായിരുന്നു, കത്തോ മറ്റോ ഒക്കെ മുഖേന അറിയിക്കണം. പ്രത്യേകിച്ചും ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാർ വരുന്നതിന് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കലൊക്കെ സുന്നത്താണല്ലോ. അപ്പോൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ഒരു മാനസിക പ്രയാസം ഉണ്ടാകും, അത് ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നാട് കണ്ടാൽ, സ്വന്തം നാട് കണ്ടാൽ ഇങ്ങനെ പറയാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ അഹ്ലിഹ വ ഖൈറ മാ ഫീഹ വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി അഹ്ലിഹ വ ശർരി മാ ഫീഹ എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹുവേ, ഈ നാടിൻ്റെ എല്ലാ ഗുണവും, ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളുടെ ഖൈറും നൽകണമെന്നും ഈ നാടിൻ്റെ എല്ലാ ഷെറും, നാട്ടുകാരുടെ ഷെറും കാക്കണമെന്നും ദ്വാരക്കുക. റസൂലുള്ളാഹി വരുന്നതാണ്. നാട്ടുകാരെ ഖൈറും ഉണ്ടാവും, നാട്ടുകാരെ ഷെറും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ നാടിൻ്റെ നന്മയും ഈ നാട്ടുകാരുടെ നന്മയും ഈ നാട്ടുകാർ എനിക്ക് നൽകുകയും ഈ നാടിൻ്റെ ഷെറിനെ തൊട്ട്, നാട്ടുകാരെ ഷെറിനെ തൊട്ട് എന്നെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമെന്ന് ദ്വാരക്കുക. മലയാളത്തിൽ ദ്വാരുന്നാലും മതി. വേറെയും കുറച്ച് ദ്വാകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അള്ളാഹുവിൻ്റെ അവസാന ഭാഗത്ത് ആശയത്തിൽ 247 പേജിലാണ് ചർച്ച ചെയ്യുന്നത്. നാട്ടിലെത്തുമ്പോൾ ഈ ഹാജിനോട് എന്താ നമ്മൾ പറയേണ്ടത്? ഇപ്പം വേറെ ഹാജിമാരെ നമ്മൾ കണ്ടില്ലേ, ഹജ്ജിനൊക്കെ പോയി വന്ന ആൾക്കാരോട് നമ്മളെന്താ പറയല്? അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, റാഹത്തായില്ലേ എന്നൊക്കെ ചോദിക്കൂലേ? ആദ്യം ദ്വാരക്കാണ് വേണ്ടത്. ഖബിലല്ലാഹു ഹജ്ജക വ ഗഫറ ദംബക വ അഖ്ലഫ നഫഖതക എന്ന് ദ്വാരക്കുക. അള്ളാഹു നിങ്ങളെ ഹജ്ജ് സ്വീകരിക്കട്ടെ, അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തരട്ടെ, നിങ്ങളെ ഇതിനൊക്കെ ചിലവാക്കിയ ചിലവിന് അള്ളാഹു പകരം തരട്ടെ എന്ന് ദ്വാരക്കുക. ഇപ്പോൾ 5-6 ലക്ഷം രൂപ മുടക്കിയിട്ടാണല്ലോ, അള്ളാഹു തആല അത് പകരം തരും. അള്ളാഹിൻ്റെ അടുത്ത് ആ ഖജനാവുള്ളത്. അപ്പോൾ പടച്ചോന് വേണ്ടി മുടക്കാൻ തയ്യാറായപ്പോൾ പടച്ചോൻ അള്ളാഹു നിങ്ങൾക്ക് പകരം തരട്ടെ എന്നും പറയാം. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ. എല്ലാവരും തീരുമാനം എടുത്താളേ, ഇങ്ങനെയൊക്കെ ഹാജിമാരെ കാണുമ്പോൾ പറയണ്ടെന്ന്. റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് എല്ലാവരും പാലിക്കണം പരമാവധി. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളോട് പറയാം: അള്ളാഹു ഹജ്ജ് സ്വീകരിക്കട്ടെ, പാപങ്ങൾ പുറത്തിരട്ടെ, അതിൻ്റെ ചിലവിന് അള്ളാഹു പകരം, ചിലവാക്കിയതിൻ്റെ പകരം, അതിന് വേണ്ട എക്സ്പെൻസിന് അള്ളാഹു എന്ത് ചെയ്യട്ടെ, ഒരു പകരം തരട്ടെ എന്ന് പറയാം. പാപ്പൊക്കെ പുറത്തിരട്ടെ അറിയുമ്പോൾ ഇനി ആരോട് ചൂടാൻ നിൽക്കണ്ട. എന്താ ഞാൻ വലിയ പാപ്പിയൊറ്റയാണോ, തെറ്റൊക്കെ ചെയ്താണ്, എന്താ പറ്റി വിചാരിച്ച് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചിന്നെ ആക്ഷേപിക്കാൻ നിന്നാണോ എന്നും പറയണ്ട. നമുക്കൊക്കെ ഒരുപാട് ദോഷമുണ്ട്. അള്ളാഹു നമ്മളെല്ലാ പാപങ്ങളും പുറത്തിരട്ടെ. വീട്ടിൽ പ്രവേശിച്ചാൽ ഇമാം നബവി തങ്ങൾക്ക് അദ്കാർ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ ഇതൊക്കെ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അല്ലാഹുവേ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്ന് പറയാം. തൗബൻ ലി റബ്ബിന ഔ ബി അല്ലാ യുഗാദിറ ഹൂബൻ. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, പടച്ചോനെ കാമിലായ തൗബ തരണേ റബ്ബേ എന്ന് ദ്വാരക്കുക. ഒരു കുറ്റവും ബാക്കിയില്ലാത്ത വിധത്തിൽ, ഒരു തെറ്റും കുറ്റവും ബാക്കിയില്ലാത്ത വിധത്തിൽ തൗബ നൽകണേ എന്ന് വീട്ടിലെത്തിയിട്ട് ദ്വാരക്കുക. പടച്ചോനെ എൻ്റെ തൗബ സ്വീകരിക്കണം. തൗബ ചെയ്യാൻ പോയതല്ലേ പടച്ചോൻ്റെ അടുത്തേക്ക്, പാപങ്ങളൊക്കെ പുറത്തുതരാൻ വേണ്ടി. അപ്പോൾ പടച്ചോനെ തൗബ തരണേ എന്ന് പറയാം. ഈ ഇസ്ലാമിൻ്റെ ഒരു സാമൂഹികമായൊരു ക്രമമല്ലാത്തൊരു സംഭവമാണ്. ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന ദുആഇൻ്റെ ഒരു സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹാജിനെ കാണുമ്പോൾ അയാളോട് പറയണം: അള്ളാഹു നിങ്ങളെ ഹജ്ജ് സ്വീകരിക്കട്ടെ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അതിനാണല്ലോ പോയത്. അവൻ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളിൽ നിന്ന് പുറപ്പെടും. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്താലെന്നല്ലേ. അപ്പോൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കട്ടെ നമ്മൾ പോകുന്നവരേതുമായിരുന്നു, പോയി വന്നിട്ട് അള്ളാഹു തആല എന്താക്കട്ടെ, അങ്ങനെ ആക്കി തരട്ടെ. പിന്നെ പറയാണ്, നിങ്ങൾ ചിലവാക്കിയതിനൊക്കെ പടച്ചോൻ അള്ളാഹു പകരം തരട്ടെ. സംഭവം എത്രയോ കാര്യങ്ങൾ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കി, ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ 2 ആൾ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീടുണ്ടാക്കാം, മക്കൾക്കൊരു വീടുണ്ടാക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ, അല്ലേ? കച്ചവടം ഒന്ന് വികസിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ടെങ്കിൽ ആ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമ്മളിതൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടാവും നമുക്ക് കെട്ടിച്ചവർ, അവർക്ക് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കത്ത് മറ്റോ കുറച്ച് കടക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ പല പ്രയാസമുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പൈസ എത്രയോ വലിയ സംഖ്യയാണല്ലോ, 5 ലക്ഷം ഉറുപ്പ്യ 6 ലക്ഷം ഉറുപ്പ്യാണല്ലോ ഇതൊക്കെ. അപ്പോൾ എവിടെയെങ്കിലും ഷെയർ കൂടിയില്ലെങ്കിൽ എല്ലാ മാസത്തിലിങ്ങനെ എന്ത് ചെയ്യും,
ഇങ്ങനെ പൈസ കിട്ടിയോണ്ട് ഷെയറൊന്നും പരമാവധി കൂടെടുത്തിട്ടോ എല്ലാവരും പറയാനുള്ളതാണത്. വേറെ ആളത്ത് പൈസ കൊടുത്ത് കേട്ടൊന്നും ഈ പത്രത്തിലോ വാട്സപ്പിലോ കാണുന്നതിൻ്റെ പേരിൽ ആരും കൂടരുത്. കൂടിയ ആൾക്കാരെ പൈസ ഒക്കെ പോയേക്കാണ്. കിട്ടിയ ആൾക്കാർ എത്രയുള്ളതെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഒരു സാധാരണയിൽ കൊടുക്കാവുന്നതിൽ അധികം ലാഭം പറയണ ഒരൊറ്റ ഇടപാടിലും കൂടരുത്. എന്നോട് വലിയൊരു ബിസിനസ്സുകാരൻ നാളെ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ശരിക്കും ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് മാസത്തിൽ 1,00,000 റുപ്യക്ക് 800 റുപ്യക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് ഏറിപ്പോയാൽ അത്രേ കഴിയുള്ളൂ. അയാൾക്ക് വേണ്ട കിട്ടുക. ആ സാധനത്തിന് 2000, 2500, 3000 ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ആൾക്കാരതിൻ്റെ അർത്ഥം കൊടുക്കുന്നുണ്ട് തന്നെയാണ്. തുടക്കത്തിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും, പിന്നെ അതും കൊണ്ട് അയാൾ മുങ്ങും. എല്ലാ ദിവസവും പത്രത്തിലുണ്ട് 50 കോടിയായി മുങ്ങി, 2000 കോടിയായിട്ട് മുങ്ങി, 1000 കോടിയായിട്ട് മുങ്ങി എന്നുള്ളത്. അതൊന്നും കിട്ടുമെന്ന് ആരും കരുതണ്ട. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് പൈസ അവിടെ എവിടെയും കൊടുക്കണ്ട. അലച്ചുണ്ടല്ലോ, പൈസ ഉണ്ടാക്കാനുള്ള അലച്ച, അതാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ഉണ്ടാക്കുന്ന കാരണം. എത്ര പെട്ടു എന്ന് പറഞ്ഞാലും അടുത്ത കുടുംബക്കാരനോ ഉസ്താദൊക്കെ ആയിരിക്കും വരിക. ഉസ്താദന്മാർക്കൊന്നും തീരെ കൊടുക്കരുത്. കാരണം അവർക്കൊന്നും ബിസിനസ് ചെയ്യാൻ അറിയില്ല, ഒരു കിതാബ് അതിനെ അറിയുള്ളൂ. പിന്നെ ഉസ്താദാണ് വഞ്ചിക്കൂല എന്നുള്ളത് ശരി, പക്ഷെ വഞ്ചിക്കാഞ്ഞാൽ മാത്രം പോരല്ലോ, അത് ചെയ്യാൻ അറിയും വേണ്ടേ. അപ്പോൾ ആജിയാണ്, തൊപ്പിട്ടാണ്, നല്ല താടിൻ്റെ. ഇപ്പോൾ ഒരു ജ്വല്ലറി കണ്ടില്ലേ, എൻ്റെ സുഹൃത്തിൻ്റെ 10,00,000 റുപ്യ പോയത്. അയാൾ തൊപ്പിയൊക്കെ ഇട്ട് ഭയങ്കര ഉഷാറായിട്ട് ജ്വല്ലറിയൊക്കെ തുടങ്ങി. പണിക്കൂലില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂട്ടി. 10,00,000 റുപ്യയുടെ പോയി, ഒരു മാർഗ്ഗമില്ല. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പാണക്കാടേക്ക് ഒന്ന് പോകുന്ന തരുമോ, ഒരു എഴുത്തൊക്കെ വാങ്ങിത്തരാൻ. തങ്ങളല്ലേ ആ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തിന്. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് നോക്കാനൊന്നും കഴിയില്ലല്ലോ ഇപ്പോൾ അത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കഥ. ഏതായാലും നോക്കുക. അപ്പോൾ പൈസ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കിയതിന് പകരം തരട്ടെ എന്നാണ് പറയണത്. അള്ളാഹു തരും ചെയ്യും. അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ടാണ് നമ്മളിങ്ങനെ ദ്വാരുന്നതുകൊണ്ട് പകരം കിട്ടുമൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് അന്തം കുന്തൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെ 8ാമത്തെ കാര്യം പറയുന്നത് യക്കൂന ബാദ റുജൂഇഹി ഖൈറൻ മിമ്മാ കാന. മടങ്ങി വന്നതിന് ശേഷം മുമ്പുള്ള മാതിരി ആവരുത്, അതിനേക്കാളും ഒരു ഉത്തമനായ രീതിയിൽ അവൻ ജീവിക്കണം എന്നുള്ളതാണ്. ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇമാം നബി റഹ്മഹുല്ല. മാത്രമല്ല യക്കൂന ഖൈറുഹു മുസ്തമിറൻ ഫിസ്ദിയാദിൻ, അവൻ്റെ ആ ഖൈർ ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. എല്ലാവരും തീരുമാനം എടുത്തോളി. നമ്മളെപ്പോഴേ തീരുമാനിച്ചിരിക്കണമല്ലോ, ഇന്നലത്തെ മാതിരിയല്ല ഞാൻ ഇനി ഒന്നുകൂടെയൊക്കെ നന്നാകുമെന്ന് തീരുമാനിച്ചില്ലേ. നാളേക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഉഷാറാവുമെന്ന് വിചാരിക്കുക. ഹജ്ജിനൊക്കെ പോകുമ്പോഴത്തിന് എന്താക്കണം, നല്ല ശുദ്ധനായിട്ട് മാറണം. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ മുമ്പത്തതിനേക്കാൾ നന്നാവുക, സ്വഭാവം കൊണ്ട് നന്നാവുക, പെരുമാറ്റം കൊണ്ട് നന്നാവുക, വർത്തമാനം കൊണ്ട് നന്നാവുക, അമലോട് നന്നാവുക, ഖുർആനോത്തോട് നന്നാവുക, ഇങ്ങനെ തുടങ്ങിയിട്ട് നന്മകൾ വർദ്ധിക്കുക എന്നുള്ളത് ഹജ്ജ് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം പടച്ചവനോട് എൻ്റെ തൗബ സ്വീകരിക്കണേ, എൻ്റെ ഖേദം സ്വീകരിക്കണേ എന്ന് പറയാമെന്നുള്ളതാണ്. പിന്നെ ഹാജിമാർ വരുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഒരു സുന്നത്താണ്. എന്തെങ്കിലും ഇപ്പോൾ പായസമോ മറ്റൊക്കെ ഉണ്ടാക്കൂലേ വീട്ടിൽ വന്നാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ, ഈ യാത്ര പോയ ആൾക്കാരെ വീട്ടുകാർ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സുന്നത്താണ്. അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ആർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ. പോകുമ്പോൾ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് സുന്നത്തായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഭക്ഷണം കൊടുക്കുക നല്ല കാര്യം തന്നെ, കൂലിയിട്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കലേതാണ്, സുന്നത്താണ്. പിന്നെ അതുപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളെ മുആനഖത്ത് ചെയ്യൽ സുന്നത്താണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും ആലിംഗനം ചെയ്യൽ സുന്നത്താണ്. കാണാൻ ഭംഗിയുള്ള കുട്ടികളാകരുത്, അവരെ കൈ പിടിക്കുക, ആലിംഗനം ചെയ്യുക. എല്ലാവരും ആലിംഗനം ചെയ്യലൊന്നും സുന്നത്തില്ല കേട്ടോ. അതിനൊക്കെ ഒരു സന്ദർഭവും സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. മുസാഫഹത്ത് ചെയ്യുക, കൈ പിടിക്കുക, കൈ കൊടുക്കുക, ഷെയ്ക്കാൻ ചെയ്യുക, അതുപോലെ തന്നെ മുആനഖത്ത് ചെയ്യുക. യാത്ര കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ അത് സുന്നത്താണ്. അതന്നെ വേണ്ട, മുആനഖത്ത് തന്നെ വേണ്ട, ആലിംഗനം തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഇമാം മാലിക് റഹ്മഹുല്ല. പിന്നെ അടുത്തത്
ഹജ്ജിനൊരു അമീർ ഉണ്ടാകുമല്ലോ, അമീറിൻ്റെ കൽപ്പനകളൊക്കെ യാത്ര കഴിയുന്നത് വരെ പരമാവധി അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമാം നാവി റഹ്മഹുല്ല പറയാണ്, ഫസ്ലുൻ നഖ്തിമു ബിഹിൽ കിതാബ്, നമ്മൾ ഈ കിതാബ് അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ എന്നാണ്, ചെറിയൊരു അധ്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതൊന്നും അല്ലെങ്കിലും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തൻ്റെ ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ്. ഇസ്തഹബുൽ മുഹാഫദത്തു അലാ ദുആഇൽ കർബ്, പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ദുആ ഒക്കെ വരുമ്പോഴുള്ള ദുആ പതിവാക്കൽ സുന്നത്താണ്. യാത്രയിലുടനീളം ദുആഉൽ കർബ് പതിവാക്കൽ സുന്നത്താണ്. ഇമാം ബുഖാരി, മുസ്ലിം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബി, പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പറയുമായിരുന്നു. ഹാജിമാർക്ക് മാത്രമല്ല അതായി പറയുന്നത്, ഹജ്ജ് ഉംറയോട് ബന്ധപ്പെട്ടതല്ല. പ്രയാസങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കൊക്കെ പല പ്രയാസം വരില്ലേ, കുടുംബപരമായ, ദാമ്പത്യ സംബന്ധമായ, സാമ്പത്തികമായ, അയൽപക്ക സംബന്ധമായ, ശാരീരികമായ, മാനസികമായ എന്തൊക്കെയൊക്കെ പ്രയാസങ്ങൾ വരാറില്ലേ. എന്ത് പ്രയാസം വരുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന് ദുആഉൽ കർബ് പറയൽ സുന്നത്താണ്. പ്രയാസം വരുമ്പോൾ, ജോലി സംബന്ധമായ പ്രയാസമോ സഹപ്രവർത്തകരിൽ നിന്ന് പ്രയാസം, എന്തൊക്കെയൊക്കെ പ്രയാസം മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തും ഉണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെയാണ് ഓരോ ദിവസം കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ അങ്ങനെ എന്തോ ആട്ടെ, ഇപ്പോൾ മക്കൾക്ക് ജോലിയില്ല, അതിൻ്റെ പ്രയാസം ഉണ്ടാവും, വേറെ ആളെ പ്രയാസം ഓർത്തിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ ഹലീം, അലീം എന്നുള്ള അള്ളാൻ്റെ പേരാണ്, ഹലീം എന്നുള്ള അള്ളാൻ്റെ പേരാണ്. വീണ്ടും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിൻ്റെ റബ്ബ്. അങ്ങനെയും പറയില്ലേ, റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി, ആകാശഭൂമിയുടെ റബ്ബ്, രക്ഷിതാവ്, റബ്ബുൽ അർശിൽ കരീം. രണ്ടു വട്ടം അർശ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അല്ല അലീമുൽ ഹലീം ആദ്യം, റബ്ബുൽ അർശിൽ അലീം എന്ന് അള്ളാഹ്ക്ക് അലീം എന്ന സിഫത്ത് പറഞ്ഞതുപോലെ അർശിനും അള്ളാഹു തആല അലീം, മഹത്തായ എന്നാണ് അർത്ഥം, മഹത്തായ അർശിൻ്റെ രക്ഷിതാവ്. അൽ ഹലീം എല്ലാം ക്ഷമിക്കുന്ന, വിട്ടുകൊടുക്കുന്നവനായ മഹത്തായ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അല്ല, ഹലീം എന്ന് പറഞ്ഞാൽ വലിയ സഹനം ഉള്ളവൻ എന്നാണ്. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു തആല ശിക്ഷിക്കാതെ ഇങ്ങനെ പുറത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്, അതാണ് ഹലീം. റബ്ബുൽ അർശിൽ കരീം, ബഹുമാനമുള്ള അർശിൻ്റെ റബ്ബ്. ആദ്യം പറഞ്ഞത് മഹത്തായ അർശിൻ്റെ എന്നാണ്, പിന്നെ പറഞ്ഞത് ബഹുമാനമുള്ള അർശിൻ്റെ റബ്ബ്. അള്ളാഹുവിൻ്റെ അധികാര കേന്ദ്രമാണ് അർശ്. അപ്പോൾ ആ റബ്ബിൻ്റെ അർശിൻ്റെ ഉടമസ്ഥനായ റബ്ബിനോട് തന്നെയാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരാൻ വേണ്ടി പറയേണ്ടത്. മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇദാ ഹസബഹു അംറുൻ, വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, പ്രധാനപ്പെട്ട വല്ല കാര്യങ്ങളൊക്കെ നബിയെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അനസ് റളിയല്ലാഹു അൻഹു, ബുഖാരി മുസ്ലിം ഇപ്പോൾ ഹദീസ് തന്നെയാണ് കേട്ടോ, അല്ലാഹുമ്മ റബ്ബന, നബി തങ്ങളുടെ ദുആവും അല്ല ഇങ്ങനെ ഈ ദുആഉൽ കർബ് നബി തങ്ങൾ പതിവാക്കിയിരുന്നു. വലിയ പ്രയാസം ബുദ്ധിമുട്ടും വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ, വലിയ സംഗതിയൊക്കെ വരൂലേ, അത് നിറവേറുമല്ലേ എന്നുള്ള ബേജാറൊക്കെ ഉണ്ടാവില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ദുആഉൽ കർബ്. നബി തങ്ങളുടെ അധിക സമയത്തുമുള്ള ദുആ ഇങ്ങനെയായിരുന്നു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ. ഞാനതിൻ്റെ അർത്ഥം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ സൂറത്ത് ആയത്തിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു, ദുനിയാവിൽ ഹസനത്ത് നൽകണം, ആഖിറത്തിനും ഹസനത്ത് നൽകണം, നരകത്തിൻ്റെ അദാബിനെ തുടക്കാക്കണേ എന്നുള്ളത്. അപ്പോൾ അത് ഏതോ ഒരു ക്ലാസ്സിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ ഹസനത്ത്, ദുനിയാവിലെ എല്ലാ നേട്ടവും ആഖിറത്തിലെ എല്ലാ നേട്ടവും നടക്കണേ എന്നുള്ളത്. ദുനിയാവിലെ നേട്ടം ഇൽമു അമലും തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇൽമു പഠിക്കുക, നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, എല്ലാ കാലത്തും ഇൽമു പഠിക്കണം. ഒരായത്തോ ഒരു ഹദീസൊക്കെ പഠിക്കുക. നൂറുൽ ഖുർആനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരായത്താണ്, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ജീവിതത്തിൽ അവർക്ക് വലിയ ഫലം ഉണ്ടാകുന്നുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ എൻ്റെ അർത്ഥത്തിനല്ല പറയുന്നത്, ദീന് പറയുന്ന, ദീന് മാത്രം പറയുന്ന, ആഖിറം അതാണ് വഅദിൻ്റെ മാനദണ്ഡം എന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കൂട്ടത്ത് പറയാണ്. വഅദ് എന്ന് പറഞ്ഞാൽ കുറേ കഥ പറച്ചിലല്ല. ഇമാം ഇബ്നുൽ ഗസാലി ഇമാമും അതുപോലെ തന്നെ
ഒരുപാട് അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി ഇവരൊക്കെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് വേദന്മാരെക്കുറിച്ച്. അത് വേദന്മാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ കിതാബുകളൊക്കെ ഉള്ളത്. എന്നിട്ട് പറയണം വേദ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിനെ പ്രേരിപ്പിക്കുകയും ദുന്യാവിനോട് താല്പര്യമില്ലാതാക്കുകയും ചെയ്യുന്ന ഇതിനാണ് വേദ് എന്ന് പറയാം. അങ്ങനത്തെ വേദങ്ങളൊക്കെ ഉണ്ട്. കുറേ കഥയും കെട്ടുകഥയും കുറേ ദുർബലമായ ഹദീസും ഇല്ലാത്ത ഹദീസും പറഞ്ഞിട്ട് എത്രയോ വേദകളുണ്ട്. അതന്നെ ഉള്ളു ഇപ്പോഴത്തെ വേദ്. ആളുകളെ പേടിപ്പിക്കാനും ഇല്ലാത്ത പുണ്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കാനുള്ള കുറേ വേദകളുള്ളത്. അതൊന്നുമല്ല വേണ്ടത്. ഞാൻ പറയുന്നതല്ല കേട്ടോ. ദുന്യാവിനോട് പരിത്യാഗമുണ്ടാക്കുകയും ആഖിറത്തിനെയും അള്ളാഹുവിനെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന, അള്ളാഹിനെ കുറിച്ച് പറയണ വേദ എന്നർത്ഥം. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്ന വേദ, ആഖിറത്തെക്കുറിച്ച് പറയുന്ന വേദ, ആഖിറത്തിന് മനുഷ്യന്മാർക്ക് ആഗ്രഹം ഉണ്ടാക്കണ വേദ. അല്ലാതെ അതുപോലെ തന്നെ ഭയങ്കരം ഇമാമൊക്കെ ഹിയർ പറയുന്നുണ്ട്, ദുഷിച്ച വേദമാണ് ഈ സുന്ദരന്മാരായ ആളുകൾ വലിയ ഭംഗിയൊക്കെ കൂട്ടി ഭയങ്കര സൗന്ദര്യമുള്ള ആളുകൾ വേദ പറയാം. അത് കേൾക്കാൻ പെണ്ണുങ്ങളിരിക്കുക എന്നുള്ളത് അവർ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വൻ ആഫത്താണെന്ന് പറയുന്നുണ്ട്. ഒരു സദസ്സിൽ സ്ത്രീകൾ വല്ലാതെ തിങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ അത് നല്ല മജ്‌ലിസല്ല എന്ന് സ്ത്രീകളാണ് അതിൻ്റെ കാര്യപ്പെട്ട ആൾക്കാർ. അങ്ങനെയൊക്കെ ഉണ്ട്. സലിമാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാട്ടുന്നു. ആരെയും ആക്ഷേപിച്ചോ കുറ്റപ്പെടുത്തിയോ പറയുന്നതല്ല. അതങ്ങൾ വിട്ടാളേ. ആഖിറവും അള്ളാനെയും പറയുന്ന വേദമുണ്ടോ നോക്കി. അള്ളാഹു അവനാണ് സൃഷ്ടാവ്. ഇപ്പം ബഹുമാനപ്പെട്ടവർ ഈ കിതാബ് അവസാനിപ്പിക്കുന്ന അതാണ്. പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇത് പറയാം. അതുപോലെ തന്നെ വേറെ ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ മൂസ അശ്അരി റിപ്പോർട്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് പറയണം. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആയിട്ടോ, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ. ബുഖാരിയിലെ അവസാനത്തെ ഹദീസ് ഇതാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ആദ്യത്തെ ഹദീസ് അമലൊക്കെ പടച്ചോന് വേണ്ടി ചെയ്താലേ കൂലിയിട്ടുള്ളൂ എന്നാണ് പറയുന്നതാണ്. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. പടച്ചോനെ അമൽ ചെയ്യണേന് കൂലി തരണമെങ്കിൽ സ്കരിച്ചിനേനും നോമ്പ് വിളിക്കണേനും ദിക്റിനേനും സദഖ കൊടുക്കണേനും ഹജ്ജായാലും ഉംറയായാലും മാതാപിതാക്കൾ ഗുണം ചെയ്യലായാലും സുഹൃത്തുക്കൾക്ക് എന്ത് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടോ അത് നിയ്യത്ത് ഇഖ്ലാസോട് കൂടി പടച്ചോൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്താലേ കൂലിയിട്ടുള്ളൂ എന്ന് ആദ്യത്തെ ഹദീസ്. അവസാനത്തെ ബുഖാരിയിലെ ഹദീസ് ഇതാണ്. 2 വാചകം. 31 ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ഹദീസ് പറഞ്ഞിട്ട്. കലിമത്താനി ഹബീബത്താനി റഹ്മാൻ. പോണ്ട ആൾക്കാർക്ക് പോകാമെന്നർത്ഥം. നാവിന് ഏറ്റവും ബലം കുറഞ്ഞ റഹ്മാനായ റബ്ബിന് ഹബീബായ 2 കലിമത്ത്. ഹബീബ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് നല്ല വർത്താന. ഹബീബേ എന്നൊക്കെ വിളിക്കൂലേ. എൻ്റെ ഹബീബെ ഇഷ്ടം, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ. അള്ളാഹു താലാക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട എൻ്റെ വാചകം. നാവിന് പ്രയാസമൊന്നുമില്ല പറയാൻ, വളരെ സിമ്പിളാണ്. സഖീലത്താനി ഫിൽ മീസാൻ. പടച്ചവൻ്റെ മുന്നിൽ നമ്മുടെ നന്മൻ്റെയും തിന്മൻ്റെയും തുലാസ് തൂക്കുമ്പോൾ നന്മയുടെ തുലാസിൽ വല്ലാത്ത കനം തൂങ്ങുന്ന കട്ടിയായിട്ടുള്ള 2 വാചകം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രാവിലെ വൈകുന്നേരം 100 വട്ടം അതല്ലേ കൂടി. ഇപ്പം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇവരൊക്കെ ശരി. ആരും ബുദ്ധിമുട്ടിക്കൂല. 8-10 പേജ് പറഞ്ഞിട്ട് ഏതാ ചെല്ലേണ്ടത് എവിടുന്നാ തുടങ്ങേണ്ടത് ഒന്നുമില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഹാജരായ ഞാൻ ഈ ഹാജിമാരുടെ ഈ ഹജ്ജ് വിഷയത്തിൽ എഴുതുന്ന ഈ കിതാബിൽ ഹാജിമാരൊക്കെ ജീവിതത്തിലും അല്ലാത്തപ്പോഴും ജീവിതത്തിൽ കൊണ്ടെടുക്കേണ്ട കുറച്ച് ദിക്ർ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ദിക്റാണ്. എല്ലാവർക്കും ഇപ്പോൾ അരമണിക്കൂർ ദിക്റല്ല എന്നും കഴിയൂല. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും പറ്റൂലേ. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുന്നൊരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്ർ ചെല്ലുക. ദുആഉൽ ഖർബ് ഞാൻ ഗ്രൂപ്പിലിടാം നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ വേണ്ടി. പിന്നെ എന്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന. അതപ്പോൾ ദുആ ഇപ്പോൾ ഇതിലുള്ളത്. ദുആ ആയിട്ട് പടച്ചോനെ ദുന്യാവിന് ഹസനത്തന്നെ എല്ലാം ഉണ്ടല്ലോ അതിൽ. ദുന്യാവും അവന് ഓർമ്മ വരുന്നുണ്ട്, ആഖിറവും ഓർമ്മ വരുന്നുണ്ട്, നരകവും അവന് ഓർമ്മ വരുന്നുണ്ട്. എന്നല്ലേ പോകേണ്ടത്. ദുന്യാവിലെല്ലാ നേട്ടവും തരണേ പടച്ചോനെ എന്ന് ദ്വാരക്കണ ആൾ പടച്ചോൻ കൊടുക്കും. ആഖിറത്തിൽ നേട്ടം തരണേ ദ്വാരക്കണ ആൾ ആഖിറത്തിൽ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ദുന്യാവും ആഖിറവും ഒരുപോലെ കൊണ്ടുനടക്കുന്ന ആളാണ് ദ്വാരക്കുള്ളൂ. അപ്പോൾ അത് ദ്വാരക്കുക. വേറെ കുറേ ദുആ ഒന്നും അറിയില്ലാറിന് ആരും വേലച്ചാറാകണ്ട. അള്ളാഹുൻ്റെ റസൂലിൻ്റെ അക്സർ ദുആ റസൂൽ, അള്ളാഹുൻ്റെ റസൂലിൻ്റെ അധികരിച്ച ദുആവും മിക്ക ദുആയിലൊരു മെജോറിറ്റി ഇതിനായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാ സംസ്കാരത്തിന് ലാസ്റ്റ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഉണ്ടാണ് അവസാനിപ്പിക്കുക എല്ലാ ഉസ്താദുമാരും. ഞാൻ അത് മാത്രം ദ്വാരുന്നാൽ മതി. അൽഹംദുലില്ലാഹി റബ്ബ് മനസ്സറിഞ്ഞിട്ട് അത് മാത്രം ദ്വാരുന്നാൽ മതി.
അള്ളാഹുവേ ദുനിയാവിലെ എല്ലാ നന്മകളും തരണേ, ആഖിറത്തിലെ എല്ലാ നന്മയും തരണേ റബ്ബേ, നരകത്തിനെ തൊട്ട് കാക്കണേ പഠിച്ചോനെ. അത്രേ ഉള്ളൂ. ചില വിഭാഗത്തിൽ അള്ളാഹുമാർ ആത്തിനാ ഫിദ്ദുനിയാന്നുണ്ട്, ചില അത് അള്ളാഹുമാർ റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാന്നുണ്ടാവും. അതൊക്കെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നോക്കിയാൽ പടച്ചോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആ. അപ്പോൾ ചില ആൾക്കാരോട് പടച്ചോന് ഇഷ്ടം ഉണ്ടാവും. ദിക്റാണ് ഇപ്പോൾ അത്. നാവിന് വളരെ കനങ്ങൾ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹ്, എന്തൊരു സുഖമാണ് പറയാനിപ്പോൾ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. മീസാനിൽ കനം ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അത് അവന് നന്മൻ്റെ തുലാസിൽ കാണും. ഫമ്മാമൻ ഉതിയ കിതാബുഹു ബിയമീനി ഫസൗഫ യഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. വലത് കയ്യിൽ കിതാബ് കിട്ടിയ ആൾ ഒരാളുടെ മീസാനിൽ മുൻതൂക്കാവുക. അവൻ്റെ ഹിസാബും വിചാരണ നമ്മൾ എളുപ്പമാക്കി കൊടുക്കുകയും വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, വല്ലാത്തൊരു വർത്താനാണത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവനവൻ്റെ കുടുംബത്തിലേക്ക് സന്തുഷ്ടനായിട്ട് മടങ്ങിപ്പോകും. മരിക്കലോടുകൂടി കുടുംബത്തെ പിരിഞ്ഞതാണ്. മഹ്ശറയിലെത്തിയപ്പോൾ വാപ്പാനെ കാണുമ്പോൾ ഓടുകയാണ്, ഉമ്മാനെ കാണുമ്പോൾ ഓടുകയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യൻഖലിബു ഇലാ യൗമ യഫിറുൽ മർഉ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹാബത്തിഹി വ ബനീഹി. മക്കളെ കണ്ട ഓടുകയാണ്, ഭാര്യമാരെ കണ്ട ഓടുകയാണ്, ഭർത്താക്കന്മാരെ കണ്ട ഓടുകയാണ്, നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. വയൗമഇദിൻ ലാ യൻഫഉ മാലും വലാ ബനൂൻ, പൈസ കൊണ്ടും കാര്യമില്ല, മക്കളെ കൊണ്ടും കാര്യമില്ലാത്ത ദിവസം. അങ്ങനത്തെ ദിവസത്തിൽ പിന്നെ പറയുകയാണ്, ഈ വിചാരണ കഴിഞ്ഞിട്ട് വലത്തെ കയ്യിൽ കിതാബൊക്കെ കിട്ടി ഫമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. അവൻ്റെ കുടുംബത്തിലേക്ക് സന്തുഷ്ടനായിട്ട് മടങ്ങും. അതിനേക്കാൾ വലിയൊരു വർത്താനം എന്താ? വയൻഖലിബു ഇലാ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിലേക്ക് അങ്ങനെ മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ നന്മനും തിന്മനൊക്കെ തുലാസ് തൂക്കും. നമ്മളെ കിതാബുകളാണ് ആ തൂക്കുന്നത്. നമ്മുടെ കിതാബുണ്ടല്ലോ, കുല്ലു ഇൻസാൻ അൽസംനാഹു ത്വായിറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ മസ്തൂറ. അവൻ്റെ കിതാബൻ യൽഖാഹു മൻഷൂറ, അവൻ്റെ മുന്നിൽ തുറന്നു വെച്ച പുസ്തകമായിട്ട് നാം അവൻ്റെ മുന്നിൽ കിതാബ് കൊണ്ടുവരുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുവരെ ഖബറിൽ അവൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടൊക്കെ ആയിരിക്കും ആ കിതാബ്. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിൽ ആ മീസാനിൽ കൻ തൂങ്ങുന്നതാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തുടക്കത്തിലും അവസാനത്തിലും ഉള്ളുകൊണ്ടും പുറം കൊണ്ടും അള്ളാഹുവിനാണ് സർവസ്തുതി. അള്ളാഹു എന്തൊക്കെ നിഅമത്തുകൾ ചെയ്തിട്ടുണ്ടോ ആ നിഅമത്തുകളോട് തുല്യമാകുന്ന, ഇനി എന്തൊക്കെ പടച്ചറബ് നിഅമത്തുകൾ നൽകുന്നുണ്ടോ അതിനനുസരിച്ച് വർദ്ധിക്കുന്ന സ്തുതികൾ അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യവാൻ്റെ രക്ഷയും നമ്മുടെ നേതാവ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു നൽകട്ടെ. അവിടുത്തെ എല്ലാ നബിമാർക്കും നൽകട്ടെ, എല്ലാ റസൂലുമാർക്കും നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല നമ്മുടെയൊക്കെ അന്ത്യം നന്നാക്കി തരട്ടെ. നമ്മുടേത് മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ട് അവരുടേത്, എല്ലാ മുസ്ലിമീങ്ങളുടെയും അവസാനം അള്ളാഹു നന്നാക്കി തരട്ടെ. നമുക്ക് പടച്ചോ മതി, അവനാണ് എല്ലാത്തിനും പരമേൽപ്പിക്കപ്പെടാൻ പറ്റുന്നവൻ. എല്ലാം അറിയുന്ന സമുന്നതനും മഹത്വമുള്ളവനുമായ പടച്ചവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ബഹുമാനപ്പെട്ട മുസന്നിഫ് അവറുകൾക്കും ഇമാം നബി തങ്ങൾക്കും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അവർക്കൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന ഇൽമിൻ്റെ പേരിൽ ഉന്നതമായ പദവിയും ശ്രേഷ്ഠതയും പ്രതിഫലവും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിന് എന്തെങ്കിലും നിയ്യത്ത് കുറവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പുറത്തു തരട്ടെ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു ക്ലാസ്സായി ഇതിന് അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമുക്കും നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ ഓൺലൈനിലൊക്കെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും കാണാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം.